Hello students, next we are going to discuss some of the topics from the first module. Okay, first module first നമ്മൾ discuss ചെയ്ത് what is about a computer. Computer, the term is derived from the word the compute, which means to calculate. അതായത് computer means it's an electronic machine. അത് യൂസറിൽ നിന്ന് some data accept ചെയ്യുന്നു, then after processing some operations on the data യൂസറിന് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. Then next we will discuss what is the difference between two types of a computer, analog and digital. Analog computer നാത്താണെങ്കിൽ നമ്മളൊരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ലിമിറ്റ് കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 to 100 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ 0 to 100 ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 0, 1 എന്ന് പറയുന്ന രണ്ട് ബൈനറി ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. Then some of the differences in features between analog and digital computer. Analog in the case it is difficult to use, but digital computer is easy to use. Then analog science field ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ എല്ലാ ഫീൽഡ്സിലും യൂസ് ചെയ്യും. അനലോഗിൽ നമ്മൾ കണ്ടിന്യൂസ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നു, ഡിജിറ്റലിൻ്റെ കേസിൽ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് യൂസ് ചെയ്യും. സ്പീഡ് അനലോഗിൽ സ്ലോ ആണ്, ഡിജിറ്റൽ ഫാസ്റ്റ് ആണ്. Then analog is less reliable and it is mainly used to measure the quantities like voltage, temperature. Then digital computer is more reliable and it can be used to perform all mathematical calculations and also to solve all the complex calculations. Then analog in memory കുറവാണ്, then digital memory capacity കൂടുതലായിരിക്കും. Analog less accurate ആണ്, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ മോർ ആക്യുറേറ്റ് ആണ്, ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. Then what are the characteristics of a computer? ഫസ്റ്റ് ഹൈ സ്പീഡാണ്, അതായത് നമുക്ക് ഹ്യൂമൻസ് ഒരു കാര്യം ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നോ അതിൻ്റെ ഒരു മില്ലി സെക്കൻഡ്സിൻ്റെ തന്നെ പാർട്സ് മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ എടുക്കത്തുള്ളൂ. ആൻഡ് വിത്ത് ഹൈ ആക്യുറസി, എന്ത് പെർഫോം ചെയ്താലും അത് ഹൈലി ആക്യുറേറ്റഡ് ആയിട്ടായിരിക്കും. അതായത് കമ്പ്യൂട്ടറായിട്ട് എറേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല, ഹ്യൂമൻ ഇൻട്രാക്ഷൻ വഴി എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ എറേഴ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ കമ്പ്യൂട്ടറായിട്ട് മിസ്റ്റേക്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല. ദെൻ ഡിലിഗൻസ് മീൻസ് എത്ര അവേഴ്സ് വേണമെങ്കിലും ഇറ്റ് ക്യാൻ പെർഫോം വിതൗട്ട് എനി പ്രോബ്ലം, ഒരു പ്രോബ്ലം അല്ലാതെ എത്ര അവേഴ്സ് വേണമെങ്കിലും കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ വേഴ്സറ്റാലിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് വിത്ത്, അതായത് എന്ത് കോംപ്ലക്സ് ഓപ്പറേഷൻസ് വേണമെങ്കിലും സെയിം ആക്യുറസിയോട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ പവർ ഓഫ് റിമെമ്പറിങ്, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം, അത് നമ്മൾ യൂസർ എത്ര നാൾ അതിനകത്ത് ആ ഡേറ്റ റീറ്റെയിൻ ചെയ്യണമെന്ന് മീൻ ചെയ്യുന്നുണ്ടോ അത്രയും നാൾ നമുക്ക് അതിനകത്തോട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യൂസർ ഡിലീറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഡേറ്റാസ് ഡിലീറ്റ് ആയി പോകുന്നത്. ദെൻ നോ ഐ ക്യു മീൻസ് എന്താ, ഈ കമ്പ്യൂട്ടറിനായിട്ട് ഇറ്റ്സ് ഓൺ മെമ്മറി ഒന്നുമില്ല, ഹ്യൂമൻ ഇൻട്രാക്ഷൻ വഴിയായിരിക്കും അത് അതിൻ്റേതായിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഉണ്ട്, അത് ഹ്യൂമൻ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന മെമ്മറിയാണ്. ദെൻ നോ ഫീലിംഗ്, ലൈക്ക് ഹ്യൂമൻസ് നോ ഇമോഷൻസ് ആൻഡ് നോ ഫീലിംഗ്. ദെൻ സ്റ്റോറേജ് കപ്പാസിറ്റി, ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. Then what are the different parts of a computer? Mainly 4 parts ഉണ്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡേറ്റ ആൻഡ് യൂസസ്. ഹാർഡ്വെയർ മീൻസ് നമുക്ക് ഫിസിക്കൽ കമ്പോണൻസ്, അതായത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന എല്ലാ കമ്പോണൻസും ഹാർഡ്വെയറിൽ വരും. അതിൽ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ്, ഓൾ ഡിവൈസസ് എല്ലാം ഹാർഡ്വെയറിൽ വരും. ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതും വ്യൂ ചെയ്യാൻ പറ്റുന്നതും എല്ലാം ഹാർഡ്വെയർ ഡിവൈസസ് ആണ്. സോഫ്റ്റ്വെയർ മീൻസ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആർ യൂസ്ഡ് ടു പെർഫോം സം പെർട്ടിക്കുലർ ടാസ്ക്. ആക്ച്വലി ഈ സോഫ്റ്റ്വെയറിൽ ഉള്ള പ്രോഗ്രാംസ് വഴിയാണ് ഹാർഡ്വെയർ യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ, മെയിൻലി 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗെയിംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് അല്ലെങ്കിൽ അതിനകത്തുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ഓരോ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ എഴുതാറുണ്ട്, പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ ഓരോ ലൈൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. Then system software means it also consists of collections of programs mainly used to support some of the main important functions of a computer. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഫങ്ഷന് സപ്പോർട്ട് ചെയ്യുന്ന കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിലുള്ളത്. ഫോർ എക്സാമ്പിൾ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കാണുന്നതെല്ലാം വർക്ക് ചെയ്യുന്നത് കുറേ പ്രോഗ്രാംസ് അതിനകത്തുണ്ട്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ആ പ്രോഗ്രാംസിനെല്ലാം നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്.
അതുപോലെ നിങ്ങൾ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റ് എഡിറ്റിന് നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നതും അതായത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ദെൻ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. അപ്പോൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമാൻഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റൺ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമാൻഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആക്ച്വലി അതെല്ലാം ഓരോ പ്രോഗ്രാംസാണ്. കമ്പൈലർ അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെല്ലാം ഓരോ പ്രോഗ്രാംസാണ്. ആ പ്രോഗ്രാംസ് ഒന്നും നമുക്ക് ഉപയോഗബിൾ അല്ല. നമ്മൾ ജസ്റ്റ് ഒരു കമാൻഡ് മാത്രം കൊടുത്ത് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കമ്പൈലേഷൻ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് GCC എന്ന് പറയുന്നതെല്ലാം അതിന് അണ്ടർലൈൻ ആയിട്ട് ഓരോ വീക്ക് പ്രോഗ്രാംസ് കാണും. ഓക്കെ, നെക്സ്റ്റ് ടു ഡേറ്റ മീൻസ് വാട്ട് എവർ വി ഗീവ് ഓൺ ദ കമ്പ്യൂട്ടർ. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഡേറ്റയാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഈ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനുള്ള ഡേറ്റ എല്ലാം ബൈറ്റ്സിൻ്റെ ഫോമിലായിരിക്കും മെഷർ ചെയ്യുന്നത്. Then users, mainly 3 types of users ഉണ്ട്. Programmers, program means കോഡ് ഡെവലപ്പ് ചെയ്യുന്നവർ. Then system analyst means പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നു. Then solve problems. Then end users means end users means the actual people, those who interact with the computer. Okay, so the main parts means ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, ഡേറ്റ ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്. Then കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഓർ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇതൊരു ഫിഗർ ഉണ്ട്, ഞാൻ ഇതിനകത്ത് represent ചെയ്തിട്ടില്ല. So the main parts of a computer means input unit, output unit, central processing unit or CPU, then last storage unit. Input unit means നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് ആണ് ഇൻപുട്ട് യൂണിറ്റിലുള്ളത്. അതുപോലെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റിലുള്ളത്. ദെൻ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ പ്രോസസ്സിംഗ് എല്ലാം പെർഫോം ചെയ്യുന്നത് CPU യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ CPU-ൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാം. ആക്ച്വലി ഇറ്റ് ആക്ട് ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിനകത്ത് പെർഫോം ചെയ്യുന്നതിൽ ബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ CPU ആയിരിക്കും. ഓക്കെ, ദെൻ CPU-ൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CPU അല്ലെങ്കിൽ പ്രോസസ്സറെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഡേറ്റ വേണം. ആ ഡേറ്റയെല്ലാം നമ്മൾ മെമ്മറിയിലായിരിക്കും സേവ് ചെയ്യുന്നത്. മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഒരു റിക്വസ്റ്റ് കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യും. ദെൻ എന്താണോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഫൈനലി അതിനെ വീണ്ടും നമ്മൾ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രീനിലോട്ട് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ ഈ CPU-നകത്തുള്ള ഡിഫറെൻറ്റ് പാർട്സാണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ഓർ ALU. ദെൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് നമുക്കറിയാം അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ, അതായത് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ and the informations which represents or the instructions which represent what are the operations to be performed. For example, add 4,5 ആണെങ്കിൽ ഈ 4 and 5 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഈ 4 and 5 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡേറ്റ. അതിനകത്ത് എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിനകത്ത് ആഡാണ് പെർഫോം ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം നമ്മൾ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെമ്മറിയിൽ നിന്ന് അതിനെ ഫെച്ച് ചെയ്ത് കൺട്രോൾ യൂണിറ്റിൽ എത്തിക്കുന്നു. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും എന്ത് ഓപ്പറേഷൻസാണ് പെർഫോം ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് പാസ്ഡ് ടു ദ ALU വെച്ച് നമ്മൾ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് എല്ലാം പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ തിരിച്ച് മെമ്മറിയിലോട്ട് സ്റ്റോർ ബാക്ക് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് വഴി ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ രജിസ്റ്റേഴ്സ് മീൻസ് നമ്മൾ CPU-നകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി സ്പേസാണ്. സ്പേസ് കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറച്ച് ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള കമ്പയർഡ് ടു മെയിൻ മെമ്മറി വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഹാസ് ഈ ഹൈ ആക്സസ് സ്പീഡ്, പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ നമ്മൾ മെയിൻ മെമ്മറിയിൽ പോയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ഡേറ്റാസ്, അതായത് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട ഡേറ്റാസ്, അതായത് ചില ഡേറ്റാസ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ടി വരും. ചില ഡേറ്റാസ് ആക്സസ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള നൈബറിങ് ഡേറ്റാസ് ആയിരിക്കും നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഡേറ്റാസിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ രജിസ്റ്ററിനകത്ത്, അതായത് CPU-നകത്ത് ഉള്ള അല്ലെങ്കിൽ പ്രോസസ്സറിനകത്തുള്ള രജിസ്റ്റേഴ്സിനകത്ത് തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ നമുക്കതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മെമ്മറിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് രജിസ്റ്ററിൽ നിന്ന് ആക്സസ് ചെയ്താൽ മതി. അതായത് സ്പീഡിന് ആക്സസ് ചെയ്യാം, ടൈം കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ
What are the different types of registers? First, accumulate register. Memory ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് രജിസ്റ്ററാണ് അക്യുമുലേറ്റർ രജിസ്റ്റർ. മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഡയറക്റ്റ് ആക്കുന്നത് സ്റ്റോർ ചെയ്യും. ദെൻ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഓരോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് പല കമ്പ്യൂട്ടേഴ്സിലും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും. അത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ MER മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. MDR എന്ത് അഡ്രസ്സാണോ മെമ്മറിയിൽ MERൽ സ്റ്റോർ ചെയ്തിട്ടുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സിലുള്ള ഡേറ്റ MDRൽ സ്റ്റോർ ചെയ്യും. ദെൻ PC മീൻസ് പ്രോഗ്രാം കൗണ്ടർ. PCയിൽ നമുക്ക് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ കൺട്രോൾ യൂണിറ്റ് മീൻസ് മെയിൻ അതിൻ്റെ വേർഡ് മീനിങ് പോലെ തന്നെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓവറോൾ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുക. ദെൻ മെമ്മറി യൂണിറ്റിനകത്തായിരിക്കും നമുക്ക് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ സ്റ്റോറേജ് യൂണിറ്റ് ഓർ സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്. ഈ സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റിലായിരിക്കും നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റും. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട്. ദെൻ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സ്റ്റോറേജ് യൂണിറ്റ്. ഓക്കെ, താങ്ക് യു.